ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് ഒമാൻ സുൽത്താൻ. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചു. ഒമാനിൽ ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഫോണിൽ സംസാരിച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും അവ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളും സംഭാഷണത്തിൽ ചർച്ചയായി. പ്രദേശത്തെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് ചർച്ചയുടെ മുഖ്യ വിഷയമായത്. ഈ സാഹചര്യത്തിൽ ഒമാന്റെ നിഷ്പക്ഷ നിലപാട് സുൽത്താൻ വീണ്ടും ആവർത്തിച്ചു. ഒമാൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി സുൽത്താൻ ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷം ഉടൻ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു വിഭാഗങ്ങളും ചർച്ച ചെയ്തു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യവും ഇരുവിഭാഗവും വിശദീകരിച്ചു. ഇതിനിടെ ബുധനാഴ്ച ഒമാനിനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ദുഃഖം, സലാല എന്നീ മേഖലകളിലാണ് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. പ്രതിരോധ സേന നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി അധികൃതർ അറിയിച്ചു. ഇരു ആക്രമണങ്ങളിലും മരണങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സലാല തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ ഡ്രോണുകൾ ഇന്ധന സംഭരണ ടാങ്കുകളിൽ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെ തുടർന്ന് സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചു. 2026-27 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് KG 1 മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലെയും മാസ ഫീസിൽ 2 റിയാൽ വർധനവാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ പ്രവർത്തനപരമായ ആവശ്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഫീസ് വർധനയെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ രാകേഷ് ജോഷി അറിയിച്ചു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗീകാരത്തോടെയാണ് ഈ പരിഷ്കാരം നടപ്പാക്കുന്നതെന്നും രക്ഷിതാക്കൾക്ക് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം KG 1 മുതൽ 3ാം ക്ലാസ് വരെയുള്ള വിഭാഗങ്ങളിലെ ഫീസ് ഘടന മുൻ ക്ലാസുകളിലേതിനോട് തുല്യമായി ഏകീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രക്ഷിതാക്കൾക്കായി നൽകി വരുന്ന ഫീസ് ഇളവുകൾ വർദ്ധിപ്പിക്കാനും സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. കൂടുതൽ കുടുംബങ്ങൾക്ക് ഈ ഇളവ് ലഭ്യമാക്കുന്നതിനായി അർഹതാ പരിധി ഉയർത്തുമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ ഫീസ് വർധനവിനെതിരെ ചില രക്ഷിതാക്കളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒമാനിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. മാർച്ച് 19 മുതൽ മാർച്ച് 23 വരെയാണ് അവധി. വാരാന്ത്യ ദിനങ്ങൾ കൂടി ഉൾപ്പെടുന്നതോടെ തുടർച്ചയായി 5 ദിവസത്തെ അവധിയാണ് ജീവനക്കാർക്ക് ലഭിക്കുക. മാർച്ച് 24 സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കും. പെരുന്നാൾ അവധിയെ തുടർന്ന് രാജ്യത്ത് യാത്രകളും കുടുംബ സംഗമങ്ങളും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒമാനിലെ മലയാളി സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന പരിപാടിയായി വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ കൗൺസിൽ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റൂബി CBD പ്രദേശത്തെ സ്റ്റാർ ഓഫ് കൊച്ചിൻ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ പ്രസിഡന്റ് ജോർജ് പി രാജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ നാഷണൽ കോഓർഡിനേറ്റർ സുനിൽ കുമാർ സ്വാഗതം പറഞ്ഞു. മീഡിയ 1 ചാനൽ ഒമാൻ റീജിയണൽ മാനേജർ ഷക്കീൽ ഹസൻ റമദാൻ സന്ദേശം നൽകി. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് ചെറിയാൻ, ഗ്ലോബൽ എക്സിക്യൂട്ടീവ് അംഗം സുധീർ ചന്ദ്രോത്ത്, വിശ്വ കൈരളി മാസിക ജോയിന്റ് എഡിറ്റർ രാജൻ കോക്കൂരി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലയാളി സമൂഹത്തിൽ ഐക്യവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പരിപാടിയുടെ സമാപനത്തിൽ ഷൗക്കത്ത് അലി നന്ദി രേഖപ്പെടുത്തി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ പ്രസിഡന്റ് ജോർജ് പി രാജൻ, സെക്രട്ടറി അർച്ചന വിജയകുമാർ, ട്രഷറർ ജയനന്ദൻ, കോഓർഡിനേറ്റർ അനൂപ് ദിവാകരൻ, വൈസ് പ്രസിഡന്റ് രാധിക, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ TP, മീഡിയ ഫോറം കോഓർഡിനേറ്റർ മുഹമ്മദ് യാസിൻ ഒരുമനയൂർ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് പങ്കെടുത്തവർക്കായി സമൃദ്ധമായ ഇഫ്താർ വിരുന്നും ഒരുക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.